ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട മുകേഷ് എംഎൽഎയെ പൂർണ്ണമായി പിന്തുണയ്ക്കാതെ സിപിഎമ്മിലെ വനിതാ നേതാക്കൾ. മുകേഷ് എംഎൽഎക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികരിച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിയമപരമായി രാജിവെക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നും വ്യക്തമാക്കി. അതേസമയം ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെന്നും സതീദേവി ചൂണ്ടിക്കാട്ടി. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ നീക്കം. 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ നിന്ന് മാത്രമാണ് ടോൾ ഈടാക്കുക. ഇത് സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി അംഗീകരിച്ചു. വിഷയമുടൻ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ വരും. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. അടിയന്തര പ്രമേയത്തിന് UDF അംഗങ്ങൾ നൽകിയ നോട്ടീസിന് അനുമതി നൽകാതെ ചർച്ചയിലേക്ക് കടന്നതോടെയാണ് ബഹളമുണ്ടായത്. ചർച്ച ആരംഭിച്ച ഉടനെ തന്നെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം UDF അംഗങ്ങൾ ഉയർത്തി. ഇതോടെ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. മുനമ്പത്തേത് വഖഫ് വസ്തുവകയല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷന് കണ്ടെത്താനാകുമോ എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിലേക്ക്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്ന് പിന്മാറില്ലെന്നും INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അറിയിച്ചു. രാജ്യത്ത് 200 വന്ദേ ഭാരത് ട്രെയിനുകളും 50 നമോ ഭാരത് ട്രെയിനുകളും പുതിയതായി ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 100 കിലോമീറ്റർ ദൂരപരിധിയിലാകും നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ നടത്തുക. കൂടാതെ 100 അമൃത് ഭാരത് ട്രെയിനുകളും സർവീസ് നടത്തുമെന്നും അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പുതിയതായി ഒന്നുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചത്. മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയെയും രാഹുൽ വിമർശിച്ചു. ഉൽപാദന രംഗത്തായിരുന്നു ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഉൽപാദന രംഗം ഇന്ത്യ പൂർണ്ണമായി ഇന്ന് ചൈനക്ക് നൽകിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഉത്തർപ്രദേശിലെ പ്രഗ്രാജിൽ നടന്ന കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി ആളുകൾ മരിച്ച സംഭവത്തിൽ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാതെ സുപ്രീം കോടതി. സംഭവം നിർഭാഗ്യകരമാണെന്നും ആശങ്കാജനകമാണെന്നുമാണ് സുപ്രീം കോടതി അറിയിച്ചത്. തുടർന്ന് ഹൈക്കോടതിയിലേക്ക് പോകൂ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറുപടി. കുംഭമേളയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ വീഴ്ചയും അശ്രദ്ധയും ഭരണപരാജയവും ഉണ്ടോ എന്ന് പൊതുതാൽപര്യ ഹർജിയിൽ ആരോപിച്ചിരുന്നു. യുദ്ധകുറ്റകൃത്യങ്ങൾ, വംശഹത്യ എന്നീ കുറ്റങ്ങൾ ചുമത്തിയവരെ വിചാരണ ചെയ്യുന്ന ഹോഗിന്റെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അറസ്റ്റ് വാറന്റിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് 9 രാജ്യങ്ങൾ. ഗസയിലെ അവരുടെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പലസ്തീനിൽ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചരക്കുകൾക്ക് ഇറക്കുമതി നികുതി ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തിരിച്ചടിയുമായി കാനഡ. 155 ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ചരക്കുകൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിനെതിരായ അവസാന T20 മത്സരത്തിൽ പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസണ് 6 ആഴ്ച വിശ്രമം വേണ്ടിവരുമെന്ന് റിപ്പോർട്ട്. സഞ്ജുവിന്റെ കൈവിരലിന് പൊട്ടലുണ്ട്. ജോഫ്ര ആർച്ചറുടെ പന്തുകൊണ്ടാണ് കൈവിരലിൽ പരുക്ക് പറ്റിയത്.